ഓൺലൈനായിട്ട് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ പലരും കാണിക്കുന്ന വലിയൊരു മണ്ടത്തരമാണ് ഫെമിലിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രം ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഫെമിലിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നോക്കി പോകുമ്പോൾ ഫീസ്, അത് ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് ഓൺലൈനിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ പഠിക്കുന്നത് ഓൺലൈൻ ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളത് ഓവർ എക്സ്പെൻസീവ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് വെർത്തായിട്ടുള്ളൊരു ഫീസേ നമ്മൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 165ഓളം, എനിക്ക് തോന്നുന്നു 165ഓളം യൂണിവേഴ്സിറ്റീസ് ഓൺലൈനിൽ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈവൻ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ചെറിയ EMI പഠിക്കാൻ പറ്റിയ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമ്മൾ മെയിൻലി നോക്കേണ്ടത് ഫെമിലിയർ ആണോ എന്നല്ല, നമ്മൾ നോക്കേണ്ടത് അഫിലിയേഷൻസ് ഉണ്ടോ എന്നാണ്. അത് ചെക്ക് ചെയ്യാനാണല്ലോ UGCയുടെ വെബ്സൈറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ NAC ആണെങ്കിലും ACT ആണെങ്കിലും നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആണ് ഈ ഡീറ്റെയിൽസ് എല്ലാം. സോ നമ്മൾ എപ്പോഴും അഫിലിയേഷൻ നോക്കിയതിന് ശേഷം വളരെ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റീസ് ഓൺലൈനിൽ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പം അങ്ങനെയുള്ള അഫോർഡബിൾ യൂണിവേഴ്സിറ്റീസിനെ പറ്റി നിങ്ങൾക്ക് ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസിനെ പറ്റി അറിയാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ക്യാമ്പസ് ബേസിനെ കോൺടാക്ട് ചെയ്യാം.